സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ലാഭം കൊയ്യാൻ ഉദ്ദേശിക്കരുത്. വഅമ്മൽ മുനക്കസൂന റൂസുഹും വവുജൂഹും, കാലും തലയുമൊക്കെ കീമേലായി മറിച്ചു വരുന്നൊരു വിഭാഗം എന്ന് പറഞ്ഞില്ലേ. കാൽഭാഗം തലഭാഗം തായോട്ട്, മുഖത്തിന്റെ മേലെങ്ങനെ മുഖം കുത്തി വരുന്നവര്, കാല് മേലോട്ട് പൊക്കിയിട്ട് അങ്ങനെ ഒരു മിനിറ്റ് നിൽക്കാൻ തന്നെ നമ്മളെ കൊണ്ട് കഴിയുമോ? ആഖിറത്തിലേക്ക് അങ്ങനെയാണ് മലക്കുകൾ നടത്തിക്കൊണ്ടുവരുന്നത്. നിർത്താനേക്കൂല കേട്ടോ, രണ്ട് മലക്കുകൾ കൂടെയുണ്ടാകും. വജാഅത്ത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. ഏതൊരാള് ഖബറിൽ നിന്ന് വരുമ്പോഴും രണ്ട് മലക്ക് കൂടെയുണ്ടാകും. ഒരു മലക്ക് നടക്ക് എന്ന് പറയാനാണ്, മുന്നോട്ട് നീങ്ങ് എന്ന് പറയാനാണ്. മറ്റൊരു മലക്ക് എന്തിനാണ്? അനുകൂലമാണെങ്കിൽ അനുകൂല സാക്ഷി പറയാനാണ്, പ്രതികൂലമാണെങ്കിൽ പ്രതികൂല സാക്ഷി പറയാനാണ്. ആരെ കൂടെയും രണ്ട് മലക്കുണ്ടാകും. ഖബറിൽ നിന്ന് എണീറ്റ് വരുമ്പോ രണ്ട് മലക്കുണ്ടാകും. ഒരു പോയിന്റിലും ഒന്ന് നിൽക്കാനോ ഒന്ന് വിശ്രമിക്കാനോ സമ്മതിക്കൂല. ഇങ്ങനെ കീമേൽ മറിക്കപ്പെട്ട വിഭാഗം ഫഅകലത്തുർരിബാ, അവര് പലിശ ഭക്ഷിക്കുന്നവരാണ്. ഇഷ്ടം പോലെ സമ്പാദ്യമല്ലേ പലിശക്ക് പലരും വാങ്ങിക്കൂട്ടുന്നത്. നഊദു ബില്ലാഹ്. പലരുടെയും കഥ ആലോചിച്ചു നോക്കുമ്പോ അതാ ചില ആൾക്കാർ സ്വതക്ക കൊടുക്കാനും സക്കാത്ത് കൊടുക്കാനും വരെ ഉപയോഗിക്കുന്നത് പലിശയാണ്. സഹോദരങ്ങളെ, അള്ളാഹു സ്വീകരിക്കൂലെന്നുള്ള വിഷയം വേറെ തന്നെയാണ്. ഇന്നല്ലാഹ ലാ യഖ്ബലു മിൻ ത്വയ്യിബ്, നല്ലതെന്നേ അള്ളാഹു തആല സ്വീകരിക്കുള്ളൂ, ഹറാമായതെന്ന് അള്ളാഹു തആല സ്വീകരിക്കൂല. പലിശക്ക് പണം കൊടുത്ത് വികസിപ്പിച്ച് അത് വർദ്ധിപ്പിച്ച് ബാങ്കിലെ മാനേജറോട് ഈ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി പോയപ്പോൾ ആൾ പറഞ്ഞു, പലിശ ഇല്ലാത്ത ഒരു അക്കൗണ്ടേ ഉസ്താദേ ഉള്ളൂ, കറന്റ് അക്കൗണ്ട്. അത് വേണേ നിങ്ങൾ തുടങ്ങിക്കോളി. ഒരു അത്യാവശ്യത്തിന് വേണ്ടി തുടങ്ങാൻ പോയതാണ്. അത് തുടങ്ങിയെങ്കിലും സംഗതി കറന്റ് അക്കൗണ്ട് തുടങ്ങി. അപ്പോൾ ഒരു അരമണിക്കൂർ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് നിങ്ങളെ കൂട്ടത്തിലുള്ള ആൾക്കാർ, അദ്ദേഹം ഒരു ഹൈന്ദവ സഹോദരൻ, നിങ്ങളെ കൂട്ടത്തിലുള്ള ആൾക്കാർ കാര്യമായിട്ട് ഇവിടെ പണം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിന്റെ പലിശ ഒക്കെ അവരെടുത്തു കൊണ്ടുപോകുന്നത്, പലിശക്ക് എന്താ ഇൻട്രസ്റ്റ് എന്നല്ല പറയാ, ഇൻട്രസ്റ്റ് ഒക്കെ എടുത്തു പോകുന്നത് റംസാനിൽ സക്കാത്ത് കൊടുക്കാനാണ് പറഞ്ഞു. ഞാനത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ചിരിയോട് ചിരി. റംസാനിൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി കാര്യമായിട്ട് എടുത്തുകൊണ്ട് പോകുന്നതാ ഇവിടുന്ന് കിട്ടുന്ന മിച്ച പലിശ. ചില ആൾക്കാർ പോരണ്ടാക്കിയിട്ട് എത്ര കാലം കഴിഞ്ഞിട്ട് അവർ മരിച്ചിട്ടും അതിന്റെ ബാധ്യത തീരാത്ത ആൾക്കാർ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനൊന്നും ഇടങ്ങേറായിട്ട് ആരും പുരണ്ടാക്കണ്ട, ബുദ്ധിമുട്ടാക്കണ്ട. പാകത്തിനുള്ളത് മതി. ഒരു കൊല്ലം കൊണ്ട് തന്നെ ഉണ്ടാക്കണം എന്നുള്ള തീരുമാനമൊന്നുമില്ല. 3, 4, 5, 6 കൊല്ലൊക്കെ ആകാ പുരണ്ടാക്കണേന്. ആരോ കേസ് പറയോ? ജയിലിൽ ഇതുവരെ കേസ് കൊടുത്തും കിട്ടില്ല, അങ്ങനെ കേസ് കൊടുത്തിണോ? ഇയാളെ പുരപ്പണി വേഗം പൂർത്തിയായില്ല എന്നുള്ളൊരു കേസ് അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. ഘട്ടം ഘട്ടമായിട്ടുണ്ടായിക്കോട്ടെ. ഇനി അതിൽ ഹലാലായ രൂപത്തിലുള്ള കടബാധ്യത വന്നാലും പലിശക്കടം വരരുത്. മിക്കതും അതാ. ഉസ്താദേ, ഒരാൾ വിളിച്ചത്, ഉസ്താദേ അടുത്തൊരു കല്യാണം കഴിഞ്ഞു. ഞാൻ ചോദിച്ചു എന്തേ പേടി? കല്യാണം കണ്ടിട്ട് പേടിയായി പോയി. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു നോട്ടീസ് വന്നപ്പോ ആ നോട്ടീസിലുള്ള തുക കണ്ടിട്ട് ആളെ അറ്റാക്ക് ബാധിച്ചു, ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. വാങ്ങുമ്പോ ഓർമ്മയില്ലേന്നു അങ്ങനെ വരും. അപ്പൊ എന്തേന്ന് ചോദിച്ചപ്പോ കല്യാണം മാമാങ്കത്തിന് വേണ്ടി മൊത്തം ചെലവഴിച്ചത് 25 ലക്ഷമാണ്. നിങ്ങൾ ഹൂന്ന് തന്നെ ഒരു വലിക്കണ്ട, അവിടൊക്കെ സാധാരണ എന്നെ പറഞ്ഞു 25 ലക്ഷമാണ്. 25 ലക്ഷമാണ് ചെലവഴിച്ചത്. 25 ലക്ഷത്തില് ആകെ അയാളെ കയ്യിലുള്ള പണമായിട്ട് എത്ര ഉള്ളത്? 2 ലക്ഷം. ബാക്കി 23 കടമെടുത്തതാണ്. നേരെ അതിന്റെ തുക അനുസരിച്ച് അങ്ങോട്ട് ചെല്ലാതിരുന്നപ്പോൾ നോട്ടീസ് ഇങ്ങോട്ട് വന്നു. നോട്ടീസിലുള്ള വാണിങ്ങും മറ്റോ കണ്ടപ്പോൾ ആള് വീണു, പിന്നെ ഹോസ്പിറ്റലിലായി, പിന്നെ ചികിത്സ. എന്താ കാര്യമുള്ളത്? പാകത്തിന് കഴിച്ചാൽ പോരെ? പാകത്തിന് കഴിച്ചാൽ മതി. വലിയ പണക്കാരനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോടും വലീമത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ലേ പറഞ്ഞത്? ഇങ്ങനെ ഒരാടിനെ അറുത്തിട്ടെങ്കിലും ഒട്ടകം എന്ന് പേര് പറയാൻ കിട്ടാത്തോണ്ടാ, അല്ലെങ്കിൽ മദീനത്ത് എവിടെ ഒട്ടകമില്ലാത്തോണ്ടാ? ഒരാടിനെ അറുത്തിട്ടെങ്കിലും ഒരു സദ്യ കൊടുക്കണം എന്നല്ലേ? ലളിതമായിട്ട് അവനവന്റെ കഴിവിനനുസരിച്ചുള്ള ഒരു ചെറിയ പണിയെന്നേ ഉള്ളത്. ആളുകൾക്കൊരു സുന്നത്തായ നിലക്കുള്ള ഒരു സൽക്കാരം, ഒരു സദ്യ. അതിനി അതന്നെ കൊടുത്തോളന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ 9 ഭാര്യമാർക്കും വലീമത്ത് കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഇറച്ചിയും പത്തിരിയല്ല. എന്തിനാ അങ്ങനെ പഠിപ്പിച്ച്? എല്ലാത്തിനും ഇറച്ചിയും പത്തിരിയും കൊടുക്കാൻ കിട്ടൂലേ?
കിട്ടൂലെന്നോ? ഒന്ന് പറഞ്ഞാ പോരെ? എത്ര ഒട്ടകങ്ങളാ അവിടെ വേണ്ടത്? എത്ര ആടുകളാ വേണ്ടത്? ഇഷ്ടം പോലെ കൊണ്ടുവന്ന് കൊടുക്കാൻ വിധങ്ങളെ സഹായിക്കുന്ന സഹായികളില്ലേ? മുഹിബ്യങ്ങൾ ഇഷ്ടം പോലല്ലേ? ചിലതിനൊക്കെ തങ്ങൾ കൊടുത്തത് എന്താ സഹോദരങ്ങളെ? ചിലതിന് തങ്ങൾ കൊടുത്തത് റൊട്ടിയും ജെയ്ത്തും. അതാ കൊടുത്ത്. വെള്ളം, ശുദ്ധമായ വെള്ളം, പിന്നെ അതിലേക്കൊന്ന് കഴിക്കാൻ റൊട്ടി ഇല്ലേ? റൊട്ടി നമ്മൾ ഇവിടുത്തെ റൊട്ടി അല്ല കേട്ടോ, എന്നാലും മനസ്സിലാക്ക റൊട്ടി. ആ റൊട്ടി ഒപ്പി തിന്നാൻ എന്തും ജെയ്ത്തെണ്ണയും. എത്ര ലളിതമായിട്ട്! ഇത് നമുക്ക് പഠിപ്പിക്കാനാണ് അങ്ങനെ ചെയ്തത്, അല്ലാതെ ഒട്ടകം പോത്തും മറ്റൊന്നും കിട്ടാത്തോണ്ടല്ല. ലളിതമായിട്ട് കഴിക്കേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ സുബ്ഹാനല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഞാൻ കുടുങ്ങിയല്ലോ, എല്ലാരും വന്ന് തിന്നു പോയല്ലോ, ഇതൊക്കെ ആര് വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളത്? അതിനെന്തെങ്കിലും കാര്യമുണ്ടോ? ഇതൊക്കെ ആര് വീട്ടുകാരാണ്? മക്കളാണ്, അവർ കാര്യമായിട്ട് ഇതിലേക്ക് ശ്രദ്ധിക്കണമില്ല. ഇങ്ങനെ കായിപ്പോയില്ല. അങ്ങനെ ചിന്തിച്ചത് എന്താ കാര്യമുള്ളത്? പാകത്തിന്, അവനവനെ കൊണ്ട് ഒക്കുന്ന രൂപത്തിൽ പാകത്തിന്. അതാ ചെയ്യേണ്ടത്. പാകത്തിന് കാര്യങ്ങളൊക്കെ നടത്തുക. അതിലാണ് ബർക്കത്തുണ്ടാകേണ്ടത്, ഏറെ വേണ്ട. 3 ദിവസം ഭക്ഷണം വെച്ച് വിളമ്പിയ സ്വഹാബിയുടെ വീട്ടിലേക്ക് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചു വന്നു. സാലിമാമ നിങ്ങൾ പറയുന്നുണ്ട്, സ്വഹാബിയ ഭക്ഷണം ഉണ്ടാക്കി കേട്ടോ. ഉമ്മമാരെ ഒരിക്കലും നിർബന്ധം പറയരുത്. തലേന്ന് സാധാ ഭക്ഷണം കൊടുത്താൽ പോരാ. തലേന്ന് എന്താ കൊടുക്കണ്ടേ? തലേന്ന് ആടുമന്തി തന്നെ കൊടുക്കണം. പിറ്റേന്ന് ഉച്ചക്ക് ഒരൊട്ടകത്തെ എങ്ങനെങ്കിലും കോട്ടക്കെന്നോ അല്ലെങ്കിൽ രാജസ്ഥാനെന്നോ കിട്ടുമോ നോക്കി ഉച്ചക്ക് ഒരു ഒട്ടകമന്തി തന്നെ. നേരെ പച്ചക്കറി കൊടുക്കാൻ കഴിവില്ലാത്തവളോടാണ് ഈ പറയുന്നത് ഉച്ചക്ക് ഒട്ടകമന്തി, തലേന്ന് ആടുമന്തിയൊക്കെ. പച്ചക്കറി ബിരിയാണി കൊടുക്കാൻ കഴിവില്ലാത്തവളോടാണ് ഈ പറയണത്. കഴിവുള്ള ആളെന്നെ അയാളെ പരിധിക്കനുസരിച്ച് ചെയ്യാവൂ, ഓവറായി ചെയ്യാൻ പാടില്ല. മറ്റുള്ളവരൊന്നും മാതൃകയാക്കി ബുദ്ധിമുട്ടാവും. പരിധിക്കനുസരിച്ച് അതിലൊതുങ്ങണം. കഴിവുണ്ട് എന്നെത്തിയിട്ട് ഇഷ്ടം പോലെ അങ്ങനെ ചെയ്യണം എന്നല്ലേ, വേറെന്തെല്ലാം പണി ചെയ്യാണ്ട്. അപ്പൊ 2ാമത്തെ ദിവസവും ഭക്ഷണം ഉണ്ടാക്കിയെന്ന് വന്ന് പറഞ്ഞ് വിളിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആവശ്യമുള്ളവർ പോയിക്കോളും. തങ്ങൾ പോയില്ല, ഒറ്റ ദിവസമേ തങ്ങൾ പോയതുള്ളൂ. 3ന്റെ അന്നും വന്നിട്ട് പറഞ്ഞു, മെരിച്ചിന്റെ 3അല്ല കേട്ടോ, ആഘോഷത്തിൽ 3ാമത്തെ ദിവസം ഭക്ഷണം ഉണ്ടാക്കിയതാണ്. മെരിച്ചിന് 7 ദിവസം ഭക്ഷണം കൊടുത്തിട്ടുണ്ട് സ്വഹാബത്ത്. ഒരു ദിവസമല്ല, എത്ര ദിവസം? 7 ദിവസം കൊടുത്തിട്ടുണ്ട്. സാധാരണ ഭക്ഷണം കൊടുക്കുന്ന സമയങ്ങളിൽ 7 ദിവസം കൊടുത്തിട്ടുണ്ട്. സാധാരണ അവർ ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളുണ്ടല്ലോ, ഒന്ന് രാവിലെ പ്രധാനപ്പെട്ട ഭക്ഷണം, ഒന്ന് വൈകുന്നേരം. ആ 2 സമയത്തും 100-150 ആൾക്കാർക്കൊക്കെ ഭക്ഷണം കൊടുത്തത് മരിച്ചവരുടെ പേരിൽ. അത് പറ്റും, അതൊരു സുഹൃത്താണ്, അത് അവർക്കുള്ള സ്വതക്കയാണ്. ഇത് ആഘോഷം എന്നുള്ളവർക്ക് 3ാമത്തെ ദിവസം ഭക്ഷണം ഉണ്ടാക്കിയെന്ന് വന്ന് പറഞ്ഞ് വിളിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? റിയാ ഉൻ വസും, ലോകമാന്യത്തിനും പേരിനും വേണ്ടിയാണ് ആരും പോകരുത്. വന്ന സ്വഹാബിന്റെ മുന്നിൽ നിർത്തിയിട്ട് സദസ്യരോട് പറഞ്ഞു, ഒറ്റ കുട്ടി പോകരുത്. സ്വഹാബി ഉണ്ടാക്കിയതിനെ പറ്റി തന്നെ അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയതിനെ പറ്റി എത്രട്ടം പറയണം? അങ്ങനെ ചിന്തിച്ചോക്കി. ഒരു സ്വഹാബി ഉണ്ടാക്കിയ 3ാമത്തെ ദിവസത്തെ ഭക്ഷണത്തെ പറ്റി തന്നെ ലോകമാന്യവും പ്രസിദ്ധിക്ക് വേണ്ടിയാന്ന് പറഞ്ഞെങ്കിൽ പരമസാധുക്കളായ നമ്മളെ പറ്റി എത്ര വട്ടം പറയണം സഹോദരങ്ങൾ? എത്ര ബോഡി ഇരിക്കണം ഇത് ഇതിനാണ് എന്നുള്ളത്? അതുകൊണ്ടാണ് പാകത്തിന് എന്ന് പറഞ്ഞത് അല്ലേ? 2 തരത്തിലുള്ള വെള്ളം കൊടുത്താൽ പോരെ കുടിക്കാൻ. അതൊക്കെ പൈസ കൊണ്ടല്ലേ, വെറുതെ ആരും കൊടുത്തില്ലല്ലോ. എന്നിട്ട് പച്ചയും ചുവപ്പും മഞ്ഞയും വെള്ളയും കറുപ്പും, ഇനി ഏതാണോ പുതിയ കളർ ആവശ്യമുള്ള ആള്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് കളർ വേണമെങ്കിൽ കല്യാണപ്പുര വന്ന് നോക്കിയാൽ മതി, വെള്ളം കൊടുക്കുന്നിടത്തുണ്ടാവും. നിങ്ങളാരെങ്കിലും കല്യാണത്തിൻ്റെ ഇതുപോലെ വെള്ളം കൊടുത്തിരുന്ന്? ഏതെങ്കിലും 2 വെള്ളം, ഒന്ന് പഞ്ചാര മുക്കിയതും പഞ്ചാര മുക്കാത്ത, 2 തരമല്ലേ ആൾക്കാരുള്ളത്. ചിലർക്ക് പഞ്ചാര പറ്റില്ല, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം, അല്ലാത്തവർക്ക് പഞ്ചാര. അതല്ലേ ഉള്ളൂ, അതല്ലേ സാധാരണ ഉള്ളത്. ഇന്ന് മധുരമുള്ളതിന് എത്ര ഐറ്റംസാ? എന്തിനാത്? നമ്മളോട് ചോദിക്കുക, എന്തിനാത്? ആവശ്യമാണോ? അല്ല, ഒരിക്കലല്ല അനാവശ്യം. ദൂർത്താണ്, ആഭാസാണ്, ആർഭാടാണ് ചെയ്യുന്നത്. കൂലിട്ടൊന്ന് കരുതി കാത്തിരിക്കുന്നുണ്ട്, കൂലിയൊന്നും കിട്ടൂല. ചെയ്യുന്നതിനൊക്കെ കൂലിരാ നിൽക്കുന്ന പാടച്ചോനെന്താ പോവാത്ത കാരണ? അതൊന്നും കിട്ടൂല. നിയമബന്ധിതമായി